Thar Rocks 25 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു കിഡിലൻ SUV ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയും ഇതിൻ്റെ മൈലേജ് ടെസ്റ്റൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് ചെയ്തു അല്ലേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുമായിട്ട് നമ്മളൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ജോയിൻ വിത്ത് us. നമ്മൾ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യണം കേട്ടോ ഈ ഒരു യാത്രയിൽ. സ്ഥലം കാണാൻ പോകല്ലേ, അപ്പോൾ കുറച്ച് ആൾക്കാരായിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഹലോ, പോവല്ലേ? റെഡി അല്ലേ? ഞാൻ കുറച്ച് സാധനങ്ങൾ കയറ്റാണ്ട് കേട്ടാ. ബൂട്ട് സ്പേസ് ഇത്ര സ്ഥലമാണ് ഉള്ളത്. ഇതിൽ കൊള്ളുമായിരിക്കൂല്ലേ? കയറ്റാനുള്ളത് ഗംഭീര സാധനങ്ങളാണ്. ഇതെന്താന്നുള്ളത് അവിടെ എത്തിയിട്ട് കാണാം. യെസ്, ബൂട്ട് ടെസ്റ്റിൻ്റെ പ്രാക്ടിക്കാലിറ്റി ടെസ്റ്റ് പാസ്. ഇനി ഒന്നുകൂടി കയറ്റാണ്ട്. യെസ്, ഇതാണ് മെയിന്. യെസ്, അങ്ങനെ സാധനങ്ങൾ ലോഡായിട്ടുണ്ട്. യാ, പോയാലോ? അതെ, നമ്മുടെ ലക്ഷ്യസ്ഥാനം കൊച്ചിയിലെ നഗരത്തിരക്കുകളിൽ നിന്ന് മാറിയിട്ട് ഒരു ഐലൻഡ് ഉണ്ട്. അതായത് ഒരു ഗ്രാമമാണ് ആക്ച്വലി. അതൊരു വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു പ്രദേശമാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെ ആയിരിക്കും, കടമക്കുടി. ആ കടമക്കുടിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പോകുന്ന വഴികളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പ്ലോറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഞാനും ജാഷിക്കൊക്കെ കൂടി രാവിലെ തന്നെ കുളിച്ചു മാറ്റി റെഡിയാക്കി ഇറങ്ങിയിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കടമക്കുടി ഒന്ന് കാണാം, എന്നിട്ട് പതുക്കെ നമ്മളുടെ എക്സ്പ്ലോറിംഗ് വൈബിലേക്ക് കയറാം. അങ്ങനെ നമ്മളെ കടമക്കുടിയിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും കൊച്ചിന്റെ ഒരു ഓക്സിജൻ സപ്ലൈ ആണല്ലോ കടമക്കുടി. അതെ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് ശരിയാട്ടോ, നീ പറഞ്ഞ ഈ മരട്, കടമക്കുടി, അങ്ങനെ കുറെ കണ്ടൽ കാടുകളുണ്ട്. നമ്മൾ കോഴിക്കോടും അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. ശരിക്കും നഗരത്തിൽ നിന്ന് മാറി കുറച്ച് സ്വസ്ഥമായിട്ടൊരു സ്ഥലം, ഈവനിങ്ങിലൊക്കെ വന്ന് വൈബടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. ഇപ്പൊ നമ്മൾ വന്നപ്പോ ഈവനിങ് ഒന്നും ഇല്ല, ഈ വെയിലത്തും വൈബടിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ വേറെ ഒന്ന്, ഇത് കുറെ ഐലൻഡുകളാണ്, പലതും പേഴ്സണൽ പ്രോപ്പർട്ടീസ് ആണ്. ആൾതാമസമുള്ള ഐലൻഡ് ഉണ്ട്, ആൾതാമസം ഇല്ലാത്ത ഐലൻഡ് ഉണ്ട്. മൊത്തം ഏകദേശം ഒരു 15,000 to 20,000 ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഒരാൾ മാത്രമുള്ള ഒരു ഐലൻഡ് ഇവിടെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനെ കുറിച്ച്? ഇല്ല. അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് താർ റോക്സിനെ ഒന്ന് വളരെ ലഘുവായിട്ടൊന്ന് പരിചയപ്പെടാം. താർ റോക്സ് അല്ലെങ്കിൽ 5 door താർ. താറിൻ്റെ 3 door വളരെ സക്സസ് ആയതിനു ശേഷം മഹീന്ദ്ര എന്ന് പറഞ്ഞ നിർമ്മാണ കമ്പനി ഇറക്കിയ മോഡലാണ്. ഏറ്റവും ടോപ്പ് എൻഡിന് ഏറെക്കുറെ 25 ലക്ഷം രൂപയോളൊക്കെയാണ് പ്രൈസ് വരിക. ഒരുപാട് ചേഞ്ചസ് വന്നു. പഴയതിന് വെച്ചുള്ളൊരു കമ്പാരിസൺ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള 2 ടൈപ്പ്, ഒരു വാക്ക് അറൗണ്ട് വീഡിയോയും ഒരു വാക്ക് അറൗണ്ട് പ്ലസ് ഡ്രൈവ് വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 360 ഡിഗ്രി ക്യാമറ, സീറ്റ് വെന്റിലേഷൻ, വൈറ്റ് ഇൻറ്റീരിയർ, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഗ്രില്ല്, മസ്കുലാർ ലുക്ക്, LED ലാമ്പിങ്, ബാക്കിലത്തെ ആളുകൾക്കും സെപ്പറേറ്റ് ഡോറ്. താർന്ന് പറയുമ്പോൾ അങ്ങനെ പറയണം, സെപ്പറേറ്റ് ഡോറ്, പിടിക്കാൻ ഹാൻഡിലുകൾ, അതുപോലെ നല്ല സസ്പെൻഷൻ, നല്ല ഡ്രൈവ് ക്വാളിറ്റി, കുറഞ്ഞ ടേണിംഗ് റേഡിയസ്, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുമായിട്ടാണ് ഏറ്റവും പുതിയ താർ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി താറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡ്രൈവ് വീഡിയോ ഒന്നുമല്ല, ഇത് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വീഡിയോ മാത്രമാണ്. സോ തുടർന്ന് കാണാം.
ഇവര് ഇവിടെ ഒരുപാട് കാലമായിട്ട് കയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. സോ ഇവർ നമ്മളോട് എഗ്രി ചെയ്തിട്ടുണ്ട് കടമക്കുടിയിലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലേസസ് അവർ കാണിക്കാന്ന്. അതിനുവേണ്ടി ഇതാണ് വാട്ടർ വോൾഫ് കയാക്കിങ്. ശരിക്കും എൻ്റെ പേര് എങ്ങനെ കേട്ടോ, വാട്ടർ വോൾഫ് കയാക്കിങ് എന്നാണ് എൻ്റെ ഓണർ. ഹായ് അഗസ്റ്റിൻ ചേട്ടൻ, എന്തൊക്കെയാണ് വിശേഷം? സുഖം. ഇതാണ് അഗസ്റ്റിൻ ചേട്ടൻ, വാട്ടർ വോൾഫ് കയാക്കിങ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓണറാണ്. രശിക, അഗസ്റ്റിൻ. എത്ര വർഷമായത് ശരിക്കും തുടങ്ങിയിട്ട്? 1.5 വർഷമായി. അപ്പോൾ നമ്മൾ ഇവിടെ വന്നുള്ളത്, ഇവിടെ ഒരു ഐലൻഡ് സ്പെഷ്യലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര്. അപ്പോൾ അതൊന്ന് കാണാന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് നമ്മൾ ശരിക്കും താർ റോക്സെറ്റ് അല്ല പോകുന്നത്, താർ റോക്സിൻ്റെ ഒരു യൂട്ടിലിറ്റിയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. താർ റോക്സിൽ നമ്മളൊരു സാധനം കയറ്റിയിട്ടുണ്ടായിരുന്നു, ഇനി അതൊന്ന് അൺബോക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് പോകാം. ഇവരുടെ സപ്പോർട്ടോടു കൂടിയാണ് ചെയ്യുന്നത്. ഇവരിവിടെ 1.5 വർഷത്തോളമായിട്ട് ഈ കടമക്കുടിയൊക്കെ കയാക്കിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഭാഗത്ത് വന്ന് കയാക്കിങ് ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെടാം. ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടി കിടന്നാലോ? യെസ്. ഇനി നമ്മൾ വീഡിയോൻ്റെ 2ാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ്, യൂട്ടിലിറ്റി. അതായത് നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഇതിനകത്തൊരു സാധനം കയറ്റിയിരുന്നു, അതാണ് ഇത്. ഇത് മോട്ടർ ഒരിക്കലും ഒറ്റയ്ക്ക് എനിക്ക് പൊന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പൊന്തൂല്ലേ? നിങ്ങൾ പഴയ ജിമ്മാ? യെസ്. ഇത് റെഡി. അപ്പോൾ ഇതാണ് ഹാഫ് ഭാഗം. യെസ്, ബട്ട് മെയിൻ ഭാഗം ഇതിൽ കൊണ്ടുവന്നതിന്റെ ഹാഫ് ഭാഗം. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും വലിയൊരു എഞ്ചിന് നമുക്ക് ഇതിനുള്ളിൽ വെക്കാം എന്നുള്ളതാണ് ഇതിന്റെ നല്ല സ്പേസ്. ഇനി ഇതിനേക്കാൾ ഇതിന്റെ 4 ഇരട്ടി വലിയ സാധനമാണ് നമ്മൾ ഇതിനുള്ളിൽ പക്ഷേ മടക്കിയാണ് വെച്ചേക്കുന്നത് മാത്രം. ഞാൻ ഇത് വെച്ചിട്ട് വരാം. ഓക്കെ, ഇനി യെസ് നമ്മളെ വലിയ സാധനത്തിന് നമ്മൾ പുറത്തിറക്കാൻ പോവാണ്. പിടിച്ചോളി. യെസ്, ഇത്രയും വലിയൊരു സാധനമാണ് നമ്മൾ ഇതിലൊക്കെ കൊണ്ടുവന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറേ മോശം റോഡൊക്കെ ഉണ്ടായിരുന്നു. ടാറ് ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് തന്നെയാണ്. അതായത് മോശം റോട്ടിൽ ഇത്തരം സാധനങ്ങളൊക്കെ ഇട്ട് പോവുക, എന്നിട്ട് എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ ആസ്വദിക്കുക. ഇനി ഈ ഒരു സാധനം നമ്മളിത് ഡീപ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. യെസ്, നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് ഇതിന് ശരിക്കും ഇതിന്റെ റിയൽ ഷേപ്പിൽ വന്നാലും മുകളിലൊക്കെ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് കാരിയർ വെക്കണം, കാരിയർ വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം. ഈ ഇങ്ങനത്തെ വണ്ടികളിൽ നമ്മൾ പ്രധാനമായിട്ടും ആളുകൾ ഉദ്ദേശിക്കുന്നത് ഇതേപോലത്തെ ആക്ടിവിറ്റി ഒക്കെ തന്നെയാണ്, അഡ്വഞ്ചർ യാത്രകൾ, അതുപോലെ ഇതേപോലെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യാന്നുള്ളതാണ്. നമ്മളിപ്പോ ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഇപ്പൊ കടമക്കുടി ഐലൻഡ് ഒക്കെ ലിറ്റിൽ ബിറ്റ് ഗുഡ് റോഡാണ്, നല്ല ഐലൻഡ്, ബട്ട് എന്തായാലും മോശം റോഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലും പല സ്ഥലങ്ങളിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം. ഇതിനു മുന്നേ പല സ്ഥലങ്ങളും പോയിട്ടുണ്ട്, ഓഫ് റോഡ് പോയിട്ടുണ്ട്, നമ്മൾ പോയിട്ടുണ്ട് ഇതിനകത്ത്. സോ നമ്മളെ പരിപാടി കിടക്കാം. ആദ്യം തന്നെ കാണുന്നത് ലൈഫ് ജാക്കറ്റ്. യെസ്, ഇതൊരു ബോട്ടാണ് ഗൈസ്. ഇതിനി ഇൻഫ്ലേറ്റ് ചെയ്യണം, കാറ്റിറക്കണം. അപ്പോൾ നമുക്ക് കറണ്ടിന് ഉപയോഗിച്ച് കാറ്റിറക്കാം, വണ്ടിയിൽ നിന്ന് കാറ്റിറക്കാം, കൈ കൊണ്ട് കാലുകൊണ്ടൊക്കെ ചവിട്ടി കാറ്റിറക്കാം. പിന്നെ ഈ ഓട്ടോമാറ്റിക് ഇൻഫ്ലേറ്റേഴ്സ് ഉണ്ടല്ലോ, ടയർ ഇൻഫ്ലേറ്റേഴ്സ് പോലെ, ആ സംഭവം ഉപയോഗിച്ചൊക്കെ നമുക്കിത് ഇൻഫ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനിപ്പോൾ നമ്മൾ ഇലക്ട്രിക്കലായിട്ട് ഉപയോഗിക്കാം. ഇലക്ട്രിക്കൽ, സാധനം നമ്മൾ വണ്ടിയിൽ തന്നെ. യെസ്. ഒരു എത്ര സമയം വേണ്ടി ഇത് ഫുൾ ഇൻഫ്ലേറ്റ് ചെയ്യാൻ? നമുക്ക് ശരിക്കും 3 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ്. ഇത് ശരിക്കും ബേസ്മെൻ്റ് ആട്ടോ, ഈ നമ്മൾ ഈ ഇരിക്കാനും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഭാഗം. അങ്ങനെ നമ്മളുടെ ഈ ഒരു വീഡിയോയിലെ 2ാമത്തെ വാഹനം റെഡി ആയിട്ടുണ്ട്. സോ താർ റോക്സിനകത്തായിരുന്നു നമ്മൾ ഇതിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് ഇലക്ട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ലെസ് ദാൻ ഒരു 2 to 3 മിനിറ്റ്സ് കൊണ്ട് ഫുള്ളി ഫങ്ഷൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ വെള്ളത്തിലിറക്കാൻ പോവാണ്. താർ റോക്സിലൊരു 2 മിനിറ്റ് റെസ്റ്റ്.
ഞാൻ ഫസ്റ്റ് പറയില്ല ആ ഒരു ഐലൻഡ് അതിൻ്റെ പേര് മുറിക്കൽ എന്നാണ്. അതിന് പേര് വരാനൊരു കാരണമുണ്ട്. പണ്ടത് ചെറിയ ചെറിയ തോടുകളായിരുന്നു. അപ്പം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കരയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ ശരിക്കും ഒരു പാലം, ഐ മീൻസ് ഒരു തെങ്ങ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ നടന്നു പോകാവുന്ന ചെറിയ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് ഇങ്ങനെ വെള്ളം ഒഴുകി വലുതായി ഈ ഒരു ചെറിയ ഇത് വലുതായി വലിയ സെറ്റപ്പായി മുറിഞ്ഞു പോയതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മുറിക്കൽ എന്ന് പേര് വന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരാൾ മാത്രമാണ് ഇപ്പോഴും താമസിക്കുന്നത്. അയാൾ ഇപ്പോഴും അവിടെ ഉണ്ട്. ഞങ്ങൾ അയാളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പരിപാടി തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിട്ട് ബോട്ടിനെ കരക്കെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇത് മൊത്തം നമ്മൾ ഇതിനകത്തേക്ക് കയറ്റണം. യെസ്. അങ്ങനെ നമ്മളേ ഷൂട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ, ഇവിടെ ഉണ്ടാ കടമക്കുടി എന്ന് പറഞ്ഞിട്ട് വാട്ടർ മെട്രോ വരുന്നുണ്ട് ആശിക. അപ്പൊ ശരിക്കും കടമക്കുടിക്ക് ഇനി ആക്സസ് എളുപ്പമായിരിക്കും. അതെ അതെ, ഇങ്ങനെ കറങ്ങി വരേണ്ട ആവശ്യമില്ല. ശരിക്കും വാട്ടർ മെട്രോ കംപ്ലീറ്റ് ചാലു ആയി കഴിഞ്ഞാൽ വെറും അതിന്റെ ടൂറിസം ആണ് എല്ലാവരും. ചെറിയ പൈസക്ക് മൊത്തത്തിൽ കറങ്ങി പോവാം. അപ്പോൾ അവിടെ ഇവിടെ വണ്ടിയിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അവിടുന്ന് വാട്ടർ മെട്രോ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് കയാക്കിങ്ങിനൊക്കെ പോകാൻ പറ്റും. നല്ല ബേസിസ് എല്ലാം. സോ നമ്മൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് അത്യാവശ്യം നല്ല ടയേർഡാണ്, നോമ്പാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ജാഷിക്ക മൊത്തത്തില്? അടിപൊളിയായിരുന്നു. നോമ്പിന്റെ ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സെറ്റാണ്. പക്ഷെ ടൈം പോയതറിഞ്ഞില്ല അല്ലേ? അത് സത്യം. നമ്മൾ ശരിക്കും രാവിലെ ഒരു 7:30 മണിക്ക് നമ്മൾ 7:30 എത്തി. ഇപ്പൊ ഏകദേശം 1:30 2 മണിയാവാറായി. ഇനിയിപ്പോ റൂമിലെത്തി കുളിക്കുമ്പോഴത്തേക്കും വാങ്ങെടുക്കാറായി. താരനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതല്ല നമ്മൾ ചെയ്തിട്ടില്ലേ, പകരം അതിന്റെ ഒരു യൂട്ടിലിറ്റി. പക്ഷെ വേറെ സംഭവം ഉണ്ട്, ഈ റോഡിലേക്ക് കടന്നപ്പോ ശ്രദ്ധിച്ച ഭയങ്കര റോഡ് പ്രസൻസ് ആയിരുന്നു. എല്ലാ ആൾക്കാരും മാത്രല്ല റോഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കല്ലേ. അതെ അതെ, അതും ഭയങ്കരതാണ്. പിന്നെ ശരിക്കും നല്ല കേപ്പബിൾ ആണ്. നമ്മളിപ്പോ ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ നാരോ റോഡാണ്, ഭയങ്കര വളവും തിരിവൊക്കെ ഉള്ള റോഡ്. ശരിക്കും ഇതിന്റെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടെ തന്നെ. ഇവിടെ 2 പ്രാവശ്യം നമ്മൾ പോയപ്പോൾ സൈഡ് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കറക്റ്റ് റോഡ് ഇറക്കാനും റിവേഴ്സ് എത്ര പോകേണ്ടി. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ താർ അത്യാവശ്യം നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഫുള്ളി പോസിറ്റീവ്സ് ഒന്നുമല്ല, കുറെ നെഗറ്റീവ്സ് ഉണ്ട്. പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേഴ്സണലി ജാഷിക്ക 3 ഡോർ താർ ഓണറാണ്, താർ ഫാനാണ്. അങ്ങനത്തെ ഒരാൾ 5 ഡോറിലേക്ക് കയറുമ്പോൾ എന്താ തോന്നുന്നത്? വ്യത്യാസങ്ങൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സ്പേസ് തന്നെയാണ് മെയിനായിട്ട് വ്യത്യാസം. പിന്നെ അതേമാതിരി തന്നെ ഇപ്പൊ നമ്മള് കണ്ടില്ല ഇതിന്റെ ബാക്കിലെ ഈ ബൂട്ട് സ്പേസ്. ഇത് ഞാൻ എന്റെ വണ്ടിയിൽ ഇത് വെച്ച് പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ അതിന്റെ ബാക്കിലെ സീറ്റ് മടക്കിയിട്ടിട്ട് വെച്ച് പോകണം, അതല്ലെങ്കിൽ മുകളിൽ ഞാൻ ഇൻഫ്ലേറ്റ് ചെയ്തതിന്റെ ശേഷം മുകളിൽ വെച്ചിട്ടാണ് പോവാറ്. ഈ 2 കാര്യങ്ങൾ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സെയിം ബോട്ട് തന്നെയാണ് കേരള ഫയർഫോഴ്സ് ആണെങ്കിലും ശരി ഇവരൊക്കെ റെസ്ക്യൂവിന് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളന്ന് കണ്ടില്ലേ മറ്റേ മംഗലാപുരത്ത് റോഡി കർണാടകയിലെ അർജുന്റെ ഇഷ്യൂ വന്നപ്പോൾ അവരൊക്കെ യൂസ് ചെയ്തിരുന്നത് നമ്മൾ ചെയ്തേക്കുന്നത് സെയിം ബോട്ട് തന്നെയാണ്. കപ്പാസിറ്റി +1 കൂടി ഉണ്ട്. 4+1 ആണ് നമ്മുടെ 4 ഉള്ള കപ്പാസിറ്റി. അല്ല, അവരൊക്കെ ഈ മുകളിൽ വെച്ച് കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലെ. ഇപ്പൊ അർമ്മദമ്മലും അതൊക്കെ അവർ ഉപയോഗിക്കുന്ന വണ്ടിമേലൊക്കെ ഇത് മുകളിൽ വെച്ച് കെട്ടിയിട്ട് നമ്മൾ അന്നൊക്കെ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും. ഇതാണെന്നുണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് ഒരു പോർട്ടബിൾ ഡീഫ്ലൈറ്റിംഗ് ആൻഡ് ഇൻഫ്ലൈറ്റിംഗ് മെഷീൻ മോട്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു മോട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അവിടെ വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇതിന്റെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ മുകളിൽ വെച്ച് പോകുമ്പോൾ നമുക്ക് സഡൻ ആയിട്ട് പോകാൻ പറ്റില്ല. എയറിന്റെ പ്രശ്നം വരും. കറക്റ്റ് ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് നമ്മളിത് പോകുമ്പോൾ വണ്ടിയുടെ എയറോഡൈനാമിക്സിന് പ്രശ്നമാണ്. മാത്രമല്ല ഈ സാധനം എയർ പിടിക്കും. അത് ഇതുകൊണ്ടാണ് അവർക്ക് അതിനകത്ത് വെക്കാനുള്ള സ്പേസ് ഇല്ല. പക്ഷെ താറിൽ ശരിക്കും നമുക്ക് സ്പേസ് ഉണ്ട്. അതും നമ്മളിപ്പോ ഉപയോഗിച്ച ആ കവർ ഉണ്ടല്ലോ, ബോട്ടിന് ഉപയോഗിച്ച കവർ, ആ കവർ ശരിക്കും അതിന്റെ കവറല്ല, അതിനേക്കാൾ ചെറിയ കവറാണ് ശരിക്കും അത് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ബിനോയിനെ കൊണ്ട് സ്റ്റാർലൈറ്റ് ബിനോയിനെ കൊണ്ട് കസ്റ്റമൈസ് ചെയ്ത കാരണം അത് കുറച്ചൊരു സൈസ് കൂടുതലാണ്. ശരിക്കും അതിന്റെ സെയിം സൈസ് ആയിരുന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് ഫിറ്റാ. മനസ്സിലായി. അപ്പോൾ എന്തായാലും സാധാരണ റിവ്യൂ ടൈപ്പ് സംഭവത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു കോൺസെപ്റ്റിൽ എക്സിക്യൂട്ട് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചത്. കടമക്കുടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിച്ചു. ഒപ്പം നമ്മുടെ കയ്യിൽ തന്നെയുള്ള ഒരു ഫെസിലിറ്റി ഉപയോഗിച്ച് അതൊരു എൻജോയ്മെന്റ് എലമെന്റ് കൂടി അതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു